സാദിഖലി തങ്ങളുടെ മഹനീയമായ കൈകൾ കൊണ്ടാണ് ആ വീടിന് തറക്കല്ലിട്ടത്. അദ്ദേഹത്തിൻ്റെ ശാന്തസുന്ദരമായ ചെറിയൊരു പ്രാർത്ഥനയും. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു, ഒരു തടസ്സങ്ങളും ഉണ്ടായില്ല. അൽഹംദുലില്ലാ. എൻ്റെ അനുജനും അറേബ്യൻ ജുവലേഴ്സിൻ്റെ CMDയുമായ ഷെഫീഖ് അകാലത്തിൽ മരണപ്പെട്ട ഉമ്മയുടെ വേദന കൂടി ഉള്ളിലൊതുക്കിയാണ് നിർധനവരായ ആ കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ തയ്യാറായത്. അതിനെ അങ്ങനെ പറഞ്ഞുകൂടാ. നമ്മൾ സാധാരണ വീടുകൾ വെച്ച് കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. ഒരു നിശ്ചിതമായ ബഡ്ജറ്റിൽ ഒരു സ്ട്രക്ചറായി ആ സ്ട്രക്ചറിലെ ബാക്കിയുള്ള സംഗതികളൊക്കെ ചെയ്താണ് നൽകാറുള്ളത്. ഇതങ്ങനെയല്ല. വിആർക്ക് ഡെവലപ്പേഴ്സ് എന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ വീടിൻ്റെ മണി മനോഹരമായി പൂർത്തിയാക്കിയത്. അതിലേക്കാവശ്യമായ ഫർണിച്ചറുകൾ ഉൾപ്പെടെയാണ് ആ വീട് വെച്ച് നൽകുന്നത്. കയറുന്ന കുടുംബത്തിന് അവർക്കാവശ്യമുള്ള പാത്രങ്ങളും വസ്ത്രങ്ങളുമായി മാത്രം ആ വീടിനുള്ളിലേക്ക് കയറാവുന്ന രീതിയിൽ അത്രമേൽ സന്തോഷത്തോടെയാണ് പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്ന മർഹൂം ഖത്തീബ് മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ പേരിൽ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അത് നൽകുന്നത്. ബഹുമാന്യനായ ഇന്ത്യയുടെ ശബ്ദമായി കേരളം സംഭാവന നൽകിയ KC വേണുഗോപാൽ MPയും പിന്നെ MLAയും അടക്കമുള്ളവർ ഒക്കെ സാക്ഷിയാകുന്ന ആ ചടങ്ങിൽ വെച്ച് കൈമാറുന്ന മനോഹരമായ ആ വീട്, ആ സന്തോഷം നമ്മുടെ വ്യക്തിപരമായ ഏത് സന്തോഷങ്ങൾക്കപ്പുറത്തും വലിയൊരു കാര്യമാണ്. അവിടെയൊക്കെയാണ് നമ്മൾ തളർന്നു പോകുമ്പോൾ, കല്ലെറിയുമ്പോൾ, വീണുപോയെന്ന് തോന്നുമ്പോൾ ഓർത്തുയർന്നെഴുന്നേൽക്കാൻ ചിലപ്പോഴൊക്കെ പ്രചോദനമാവുക. ഒരു 10-20ഓളം വീടുകൾ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർക്ക് നമ്മൾ കാരണമായി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാം കൂടി വേണ്ടതെല്ലാം ചേർത്ത് നൽകുന്ന രണ്ടാമത്തെ വീടാണ് ഈ വീട്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു. പ്രാർത്ഥിക്കണം ഈ സുഹൃത്തിൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി, എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി, പിന്നെ നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഇതിനുവേണ്ടി സഹായിച്ചവർക്ക് വേണ്ടി, ഒപ്പം ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകണേ എന്ന പ്രാർത്ഥന. കാണാം ആ മനോഹര വീടിൻ്റെ ദൃശ്യങ്ങൾ.